കാണുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ വൈറ്റ് ബോർഡ് കാണുന്നുണ്ട് അല്ലേ. ഇനി അതേ സ്ഥാനത്ത് ഞാൻ ഈ ബുക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്ക് കാണുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്? ആരെങ്കിലും സ്ക്രീനിൻ്റെ പിറകിൽ വന്നിട്ട് ഇങ്ങനെ ഓരോ സമയത്തും അവിടെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കാണിക്കുകയാണോ? അല്ലല്ലോ. ഇതിൻ്റെ ഉത്തരം പലർക്കും അറിയുന്നുണ്ടാവും, എല്ലാം അറിയാത്തവരും അറിയുന്നവരൊക്കെ. ഞാൻ ജസ്റ്റ് അതിൻ്റെ പിന്നിലുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറയാം, കാരണം അത് ഉപയോഗിച്ചിട്ട് ഈ ഡെഫിനിഷൻ പറയാനൊരു സുഖമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് നമ്മുടെ സ്ക്രീനിലൊക്കെ ഈ ചിത്രങ്ങളൊക്കെ കാണുന്നത്. ഇവിടെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഓരോ ചിത്രവും ഒരുപാട് പിക്സൽസ് എന്ന് വിളിക്കപ്പെടുന്ന ഇങ്ങനത്തെ ചെറിയ സ്ക്വയർ യൂണിറ്റ്സുകളാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. അതിൻ്റെ പിക്സൽസ് എന്താണെന്നൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി, യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഒരുപാട് പിക്സൽസ് കൂടി ചേർന്നിട്ടാണ് ഒരു പിക്ചർ നമ്മൾ മുമ്പിലെത്തിക്കുന്നത്. അപ്പോൾ ഓരോ പിക്സലും നമ്മളെ പിക്ചറിൻ്റെ ഒരു ഭാഗം അല്ലേ, ഒരു ഭാഗമാണ് ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞാൽ ഈ പിക്സലൊന്നും ഇത്ര വലിയ സൈസിലൊന്നും അല്ല ഉള്ളത്, വളരെ ചെറിയ സൈസാണ്. അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, ഇനി ഈ ഇങ്ങനത്തെ ഓരോ പിക്സലിൻ്റെയും ഒരു അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ പിക്സലിനും മില്യൺ കണക്കിന് കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. മില്യൺ കണക്കിന് കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഓരോ പിക്സലിനും കഴിയുന്നുണ്ട്. ഇനി അതിനേക്കാളും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ പിക്സലും ആ മില്യൺ കണക്കിന് കളേഴ്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? വെറും 3 കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ആ കളേഴ്സ് ഏതൊക്കെയാണ്. സ്കൂളൊക്കെ പഠിക്കാമല്ലേ, ബേസ് കളേഴ്സ് എന്ന് പറഞ്ഞിട്ട്, പ്രൈമറി കളേഴ്സ് എന്ന് പറഞ്ഞിട്ട്, റെഡ്, ഗ്രീൻ, ബ്ലൂ. ആ 3 കളേഴ്സ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഓരോ പിക്സലും മില്യൺ കണക്കിന് കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കാര്യമാണ് നമുക്കിവിടെ ഉപയോഗിക്കാനുള്ളത്. അതായത് ഇപ്പോൾ ഞാൻ ഈ സ്ഥലത്ത് ഇപ്പോൾ ഞാൻ ഈ ബുക്ക് വെക്കുമ്പോൾ, ഇപ്പോൾ നേരത്തെ ഇവിടെ വൈറ്റ് ബോർഡാണുള്ളത്. അപ്പോൾ വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുക, റെഡും ഗ്രീനും ബ്ലൂവും എല്ലാം ഒരേ ഇൻറ്റൻസിറ്റിയിൽ ഉപയോഗിക്കും. ഒരേ ഫുൾ ബ്രൈറ്റ്നസ്സിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വൈറ്റ് കിട്ടും. നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ സ്വന്തം വെരിഫൈ ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് ഡിസ്പ്ലേയിൽ വരാൻ വേണ്ടിയിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ സ്ഥലങ്ങളിൽ നിങ്ങളുടെ സ്ക്രീനിലുള്ള പിക്സൽസൊക്കെ എന്താ ചെയ്യുക, ആ പിക്സൽസിൻ്റെ അകത്ത് റെഡും ഗ്രീനും ബ്ലൂ ഒക്കെ ഫുൾ ബ്രൈറ്റ്നസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണ് ഈ വൈറ്റ് നിങ്ങളുടെ മുമ്പിലെത്തിയത്. ഇനി അതേ സ്ഥലത്ത് ഞാൻ ഈ ബുക്ക് ഇവിടെ വെക്കുമ്പം ഇപ്പം ഈ സ്ഥലത്തുള്ള പിക്സൽസ്, സ്ക്രീനിൽ ഈ സ്ഥലത്തുള്ള പിക്സൽസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഡും ഗ്രീനും ബ്ലൂ ഒക്കെ വേറെ ഏതോ അളവിലെടുത്തിട്ട് ആണ് എന്ത് ചെയ്തത്, ഈ കളർ നിങ്ങൾക്ക് സാധ്യമാക്കുന്നത്. ഇതേ സ്ഥലത്ത് ഞാൻ ഈ ബുക്ക് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടുത്തെ പിക്സൽസ് റെഡും ഗ്രീൻ ബ്ലൂ തന്നെ മറ്റേതോ ഒരു അളവിലെടുത്തിട്ടാണ് ഈ കളർ സാധ്യമാക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക, മില്യൺ കണക്കിന് കളേഴ്സ് ഇവിടെ കൊണ്ടുവയ്ക്കാം. അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇവിടെയുള്ള ഈ സ്ക്രീനിൽ ഈ സ്ഥാനത്തുള്ള പിക്സൽസിന് പറ്റും. ഇതൊക്കെ പക്ഷേ പിക്സൽസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഓരോ പിക്സലും ആ മില്യൺ കണക്കിന് കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെറും റെഡും ഗ്രീനും ബ്ലൂവും മാത്രം ഉപയോഗിച്ചിട്ടാണ്. ക്ലിയർ ആയ